ഹലോ ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ രാത്രി എന്നെ കണി കാണാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അമ്മയും അപ്പവും കൂടി ഒക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുലർച്ചെ നീച്ചിട്ട് കണി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ പുലർച്ചെ നീച്ച് വിളക്കൊക്കെ വെച്ച് എല്ലാവരും കണി കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുണർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര മടി, മക്കൾക്ക് ഭയങ്കര മടിയിട്ട് നീക്കാൻ. അപ്പോൾ അങ്ങനെ വിളിച്ച് എല്ലാവരെയും കണിയൊക്കെ കാണിച്ചു. പിന്നെ അച്ഛനെല്ലാവർക്കും പൈസയൊക്കെ കൊടുത്തുട്ടോ, മക്കൾക്കൊക്കെ പൈസ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും അച്ഛൻ വിഷ് കൈനീട്ടമൊക്കെ കൊടുത്തുട്ടോ. അപ്പോൾ വിഷ് കൈനീട്ടം കൊടുക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അമ്പാടി അപ്പയ്ക്ക് കരഞ്ഞിട്ടേ അമ്പാടീനെ ഞാൻ ഉണർത്തിയിട്ടാണ് കണി കാണിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറുമ്പ് വാശിയൊക്കെ ഉണ്ട്. അപ്പോൾ അവനൊക്കെ ഒന്ന് ഉറക്കി. പിന്നെ മക്കളൊക്കെ ഒന്ന് കുളിപ്പിച്ചു. പിന്നെ അപ്പും അച്ഛനും കൂടി അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അവരിവിടെ അങ്ങാടിപ്പുറത്ത് അമ്പലത്തേക്ക് തൊഴാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവർ അമ്പലത്തേക്ക് പോയി. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ചോറും കറിയും അങ്ങനെ ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കണില്ല. പൈസക്ക് തരിക, അടുത്തേക്കാ ചേച്ചി അടുത്തേക്കാ വേഗില് അച്ചോട് കൊണ്ടൂലേന്ന് അന്നോട് ചോദിക്കുന്നത്. അച്ചോട് വർത്തനം പറയേ. രാവിലെ ചായക്ക് നെയ്യപ്പം തന്നെ ഉണ്ടാക്കിയത്, കാരണം തലേദിവസം ഉണ്ടാക്കിയത് തേങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി അമ്മ വളർത്തിയിട്ടിട്ട് പിന്നെ രാവിലെ നേരത്തെ അരച്ചിട്ട് മാവ് കൂട്ടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ നെയ്യപ്പം ചായ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അപ്പവും അച്ഛനും കൂടി അമ്പലത്തിലൊക്കെ പോയി അവർ തൊഴുതിട്ടൊക്കെ വന്നിട്ടോ. അവർ നേരത്തെ പോയിരുന്നു അമ്പലത്തേക്ക് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. ഞാൻ ഇപ്പോൾ കുറേ എത്ര ചിരിക്കണേ അതിപ്പത്തെ പൈപ്പ് പോയെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? പിന്നെ അവിടെ ഇങ്ങോട്ട് വരണ്ട. പിന്നെ അമ്പലത്തിന്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പഴയ തങ്ങളെടുത്തോണ്ടെന്ന് പറഞ്ഞു. അച്ഛനും അപ്പം കൂടി അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഒരു പാൽപ്പായസം കൊടുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും കുടിച്ചു. പിന്നെ അമ്മ അവിടെ നെയ്യപ്പം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നെയ്യപ്പം ഞങ്ങളെല്ലാവരും ഓരോ നെയ്യപ്പം കഴിച്ചു. പിന്നെ ചായയും കുടിച്ചു. വേറെ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ അവിടെ പിന്നെ ബാക്കി നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചൂടിനൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അപ്പവും അച്ഛനായിരുന്നു ചായ കുടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ചായ കുടിച്ച് കഴിഞ്ഞ് ഇനി അമ്മ ചോറിന് അരി അടുപ്പത്തിട്ടുണ്ട്. ഇനി ബാക്കി മോരുകറി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കണം. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കന് ഒന്ന് ഇങ്ങനെ വരട്ടിയെടുക്കും വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അമ്പാടീനി കിച്ചു അവനും ഒരുക്കി ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഒരിങ്ങനെ പിന്നെ മുണ്ടെടുത്തിട്ട് കസവിൻ്റെ മുണ്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ഞാൻ അമ്പാടിയുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു കേട്ടോ. അമ്പാടിയുടെ മുടി കണ്ണിക്ക് വന്നിരുന്നു. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുത്ത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കിച്ചുവാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടാളെയും കസവിൻ്റെ മുണ്ടൊക്കെ എടുപ്പിച്ചിട്ടേ ഫോട്ടോ എടുപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് തുറന്നിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിക്കണം. എന്താ പൗഡറൊക്കെ ഇട്ടണം അമ്പാടിച്ച് മേടിപ്പൊക്കെ?
ഇതെന്താ പൗഡറോ? എത്ര ഊൺമേശ എന്തുണ്ടെങ്കിലും ഞങ്ങളിവിടെ പുറത്ത് ഉള്ളത്തണ്ടത്ത് വന്നിട്ടാട്ടോ ഇരുന്ന് കഴിക്കുക. അപ്പോൾ അവിടെ ചെറിയൊരു ഊൺമേശ ഉണ്ട് മുറ്റത്തിട്ടിട്ട്. അപ്പോൾ അവിടെ തന്നെ കേട്ടോ എല്ലാവരും വന്നാലും അവിടെ തന്നെ ഇരുത്തവും ചാവടിക്കലും ഒക്കെ അവിടെ തന്നെ കേട്ടോ, പുറത്ത് തന്നെ കേട്ടോ. അപ്പോൾ ചോറുണ്ടല്ലോ അവിടെ തന്നെയാണ്, അല്ലാതെ അകത്തൊന്നും പോയിരുന്നു ചോറുണ്ടല്ലോ, കാരണം ഭയങ്കര ചൂടാണ്, അകത്തിരിക്കാൻ തന്നെ കഴിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്തിരുന്ന് ചോറുന്ന് കേട്ടോ. അപ്പോൾ ചോറിന് പിന്നെ മോരുകറി ഉണ്ടാക്കി, പിന്നെ ഇടിച്ചക്കപ്പേരി, തലേസത്തെ കുറച്ച് ചിക്കൻ അമ്മ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരട്ടിയെടുത്തു, പിന്നെ പപ്പടം കാച്ചിയത്, അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരൻ അതുക്കാണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറിന് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരും അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഞങ്ങളകത്ത് കൊണ്ടുവച്ച് കൊടുക്കാറ്. അപ്പോൾ അവരും പറഞ്ഞു വേണ്ട പുറത്തിരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്കും അവിടെ പുറത്ത് ചോറ് കൊടുത്തു. പിന്നെ നെയ്യപ്പം ഉണ്ടാക്കിയത്, അപ്പോൾ നെയ്യപ്പം അവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് നെയ്യപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക അതുക്കാക്കും ചോറ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മക്കളോട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കളിക്കാൻ പറഞ്ഞിട്ട് അവരവിടെ പിടിച്ച് നിർത്തി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര വെയിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്താ പറയുക മക്കളൊക്കെ ഇവിടെ തന്നെ ഇരുത്തി കളിപ്പിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്ത് പോയി കളിക്കാൻ പറഞ്ഞു കേട്ടോ. അത്രയുള്ളൂ. ഞാൻ കൊണ്ടിട്ടോ കുറിച്ചോ കുറിച്ചോ നമുക്ക് പോവാം. വേറെ മതി തറേ. എൻ്റെ അനിയനല്ലത് അല്ലേ? എൻ്റെ അനിയനല്ലത്? അപ്പം എനിക്ക് ഐസ്ക്രീം വേണ്ടല്ലോ, ചേച്ചി വാങ്ങി തന്ന ഐസ്ക്രീം വേണ്ടല്ലോ. വേണ്ട, എനിക്ക് പാര വാങ്ങി തരും ഐസ്ക്രീം. അച്ഛപ്പോ എപ്പോ വന്നിട്ട് എന്ന് വന്നിട്ട് എൻ്റെ അച്ഛൻ ഇപ്പം എന്ന് വരുന്നു? എൻ്റെ അച്ഛൻ വരില്ല. അപ്പോൾ വരില്ല. എപ്പോ എപ്പോൾ എൻ്റെ അച്ഛൻ വരിക? അപ്പം ഞാൻ എന്നാ സോനുവാ നമുക്കുള്ള ഐസ്ക്രീം വാങ്ങാൻ പോയിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ചങ്ങരംകുളത്ത് കളിക്കാൻ പോണ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടോ. അച്ഛൻ കളിക്കാൻ പോകാൻ പുറത്തേക്കൊന്നും വിടില്ല. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കളിക്കാൻ റോട്ടിക്കൊന്ന് വിടും. അത് കഴിഞ്ഞാൽ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്ക് വേഗം കയറാൻ പറയും കേട്ടോ. അവിടെ ആകുമ്പോൾ പിന്നെ കളിക്കാം, പിന്നെ ഒരു കൂട്ടുകാരന്മാരുടെ കൂടെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ വൈകിട്ടായിട്ട് വരിക. അപ്പോൾ ഇവിടെ അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കളിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊച്ചു ചോറ് കൊടുത്തു കേട്ടോ, കുട്ടികൾക്ക് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് മക്കളോടൊക്കെ ഒന്ന് മേലെ എഴുതാൻ പറഞ്ഞു കേട്ടോ. മേലെ എഴുതിയിട്ട് അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചായ രാവിലെ നെയ്യപ്പം ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി അവിടെ കൊടുന്ന് വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. എമ്മിയത്തിലുണ്ട്, പിന്നെ അരിശിപ്പേലുണ്ട്. പക്ഷെ ഇന്നത്തെ പോരതേ ആ ഉണ്ട വന്നില്ല. എന്തുണ്ടാ? എന്തുണ്ടാ? ഇത് ഭയങ്കര സോഫ്റ്റ് ആയിപ്പോയി. പൂത്തിരി മാത്രം വാങ്ങിട്ടോ. പിന്നെ പടക്കോ അങ്ങനത്തെ സംഭവമൊന്നും വാങ്ങില്ല, കാരണം ഇവിടെ ടോമിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഒരു പൂതിക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പൂത്തിരി വാങ്ങിയിട്ട് അവർക്ക് പൂത്തിരി എത്തിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.